ഹായ്. ഡേ 3. സമയം ഇന്നലത്തെ പോലെ തന്നെ 6:45 കഴിഞ്ഞ് 7 മണിയാവാൻ പോകുന്നു. നമുക്ക് പെട്ടെന്ന് റെഡിയായിട്ട് നടക്കാൻ പോകാം. കാര്യം ഇന്ന് കുറച്ചുകൂടെ സ്പീഡിൽ നമുക്ക് റെഡി ആവണം. കാര്യം ഇന്ന് നമുക്ക് രാവിലെ 8:30-ക്കാണ് വർക്കൗട്ടിൻ്റെ ടൈം. ഓക്കെ, സോ നമുക്ക് കുറച്ച് വെള്ളം കുടിക്കാം ആദ്യം. എന്നിട്ട് പ്രഭാത കർമ്മങ്ങൾ ചെയ്ത് നമുക്കൊന്ന് സെറ്റായി വേഗം ഇറങ്ങാൻ നടക്കാം. ഓക്കെ, യെസ്. സോ സെറ്റായി, മുടിയൊന്ന് കെട്ടി, മുഖമൊന്ന് കഴുകി. ഞാൻ ഫേസ് വാഷ് ഒന്നും ഇട്ടില്ല, കാര്യം സമയമില്ല. നമുക്ക് വാച്ച് ഇട്ടില്ല, നമുക്ക് സമയമില്ല, ഇപ്പം തന്നെ പോകണം. അതുകൊണ്ട് നോക്ക്, സമയം 6:55 7 മണിക്ക് നമുക്ക് ഇറങ്ങണം. എന്നാലേ 8 മണി വരെ 1 അവർ നമുക്ക് നടക്കാൻ പറ്റത്തുള്ളൂ. നടക്കാനും സ്റ്റെപ്പ് കയറാനും. അത് കഴിഞ്ഞിട്ട് വന്നിട്ട് ഒന്ന് കൂൾ ഡൗൺ ആകുമ്പോഴത്തേന് 1:30 ആകുമ്പോഴത്തേന് ട്രെയിനർ വിളിക്കും, നമുക്ക് വർക്കൗട്ട് ചെയ്യാം. ഓക്കെ, ഞാൻ ഇന്നലത്തെ പോലെ തന്നെ കുറച്ച് വാസലിൻ തേച്ചിട്ടുണ്ട്. തണുപ്പ് കൂടുതലായിട്ട് പിന്നെ ഇവിടെയും കുറച്ച് വാസലിൻ തേച്ച് കാര്യം നല്ല തണുപ്പാണ്. അതുകൊണ്ട് ഞാൻ ചിലപ്പോൾ ജാക്കറ്റ് ഇട്ടുകൊണ്ട് പോകും, അറിയത്തില്ല. അപ്പം ഞാൻ എന്തായാലും നടന്നിട്ട് വരാം ഗൈസ്. ബൈ ദ വേ, ഇത് എൻ്റെ ഓഫീസിലെ എൻ്റെ ക്രിക്കറ്റ് ടീമിൻ്റെ ജേഴ്സിയാണ്, മുദ്ര 6. ഓക്കെ, സോ ഞാൻ നടന്നിട്ട് വരാം, സമയമില്ല. ബൈ ബൈ. ഹായ് ഗൈസ്, വർക്കൗട്ട് കഴിഞ്ഞിട്ട് ഞാൻ വന്നു. സോറി, വർക്കൗട്ടല്ല, ഒരു ഇതിലങ്ങ് പറഞ്ഞ, ഒരു ഫ്ലോയിലങ്ങ് പറയാം. നടത്തം കഴിഞ്ഞിട്ട് വന്നു. നമ്മൾ കറക്റ്റ് 1 അവർ നടന്നു. 5711 സ്റ്റെപ്പ്, ഡിസ്റ്റൻസ് 5 കിലോമീറ്റർ. പക്ഷേ എനിക്കൊരു വിഷമമുണ്ട്. കാര്യം ഇത് 1 അവർ നടന്നിട്ട് 5700 സംതിങ്ങേ ആയിട്ടുള്ളൂ. ഞാൻ ആ ഫോമിലായിരുന്ന സമയത്ത്, ആ ഒക്ടോബർ നവംബറിലൊക്കെ ഫോമിലായിരുന്ന സമയത്ത് എനിക്ക് ആദ്യം ഇതുപോലെ ഒട്ടും നടക്കാൻ പറ്റത്തില്ലായിരുന്നു. അരമണിക്കൂറും നടക്കാൻ പറ്റത്തില്ലായിരുന്നു. പിന്നെ നടന്ന് ഒരു 38-40 മിനിറ്റ്സ് ഒക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് വാച്ചിൽ നോട്ടിഫിക്കേഷൻ വരുമായിരുന്നു 6000 സ്റ്റെപ്പ് ആയെന്നുള്ളത്. ഇപ്പോൾ 1 അവർ നടന്നിട്ട് 5700 ആകും. കുഴപ്പമില്ല, ഇറ്റ്സ് എ റീസ്റ്റാർട്ട് അല്ലേ, കുഴപ്പമില്ല. കുറേ കാര്യങ്ങൾ പറയാനുണ്ട്, പക്ഷേ സമയമില്ല. കാര്യം ഇപ്പം തന്നെ 8:05 8:07 സമയം. സോ വർക്കൗട്ട് ഉണ്ട് 8:30. സോ അതിന് മുമ്പേ കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് ഞാൻ കാം ഡൗൺ ആയിട്ട്. ഓക്കെ, ഹായ് ഗൈസ്, നമ്മൾ വർക്കൗട്ട് കഴിഞ്ഞു. പമ്പായി നിൽക്കാം. ആ പമ്പായി നിൽക്കുമ്പോൾ തന്നെ നമുക്ക് പ്രോട്ടീൻ പൗഡർ എടുക്കാം. ഞാൻ ക്യാമറ നോക്കാൻ വേണ്ടി ഇപ്പുറത്തുള്ള ഒരു സ്ക്രൂവെ നോക്കിയിട്ടാണ് കാര്യം പറഞ്ഞുകൊണ്ടിരിക്കും. കുറച്ചധികം ഡ്രാമ ഉണ്ടെന്നല്ലേ. ഇവിടോട്ട് മാറി നിൽക്കണം, നല്ല ലൈറ്റ് കിട്ടണം. ഇവിടെ ഓക്കെ, വാട്ടർ. സോ ഇന്ന് ഞാൻ പ്രോട്ടീൻ ഷേക്ക് കുടിക്കാൻ പോകുന്നത് എൻ്റെ ഷേക്കറിലല്ല. എനിക്ക് ഓഫീസിൽ നിന്ന് ഫ്രീ ആയിട്ട് ഒരു സെൽഫ് സ്റ്റിയറിംഗ് മഗ് തന്നിട്ടുണ്ട്. അതായത് അടി ബാറ്ററി ഇട്ടിട്ട് നമ്മൾ ഈ ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ തന്നെ ഇങ്ങനെ നടന്ന് കറങ്ങുന്ന ഒരു മാഗ്നറ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിലാണ് എൻ്റെ പേരൊക്കെ ഉണ്ട്, കണ്ടോ, എൻ്റെ പേരൊക്കെ ഉണ്ട്. സോ അപ്പോൾ ഇതിനകത്തിൽ ഞാൻ എൻ്റെ അളവിൽ ഞാൻ വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് ഈ അടി ബാറ്ററി അതിൻ്റെ ഒരു അടപ്പമൊക്കെ ഉള്ളതുകൊണ്ടേ ഇതിൽ നിലത്ത് തന്തി ഇരിക്കാനൊരു ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ വെള്ളം നമ്മുടെ ആവശ്യത്തിനുള്ള എടുക്കുന്നു. നമ്മൾ ഞങ്ങൾക്കോട്ട് നമ്മുടെ പ്രോട്ടീൻ അകത്തോട്ട് എനിക്ക് നോക്കാൻ ഭയമാണ്. ഇത് തീരുന്നത് കാണുന്നത് എനിക്ക് ഭയമാണ്. ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഓക്കെ, വെള്ളം എടുക്കുന്നു, നോക്കുന്നു. എന്നിട്ട് ഇത് നമ്മൾ അടച്ചിട്ട് വേണം നമ്മൾ സ്റ്റെയർ ചെയ്യാൻ. അതെന്നുണ്ടെ പുറത്ത് തെറിക്കും. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പം ഞാൻ അടച്ചു. സൗണ്ട് കേൾക്കുന്നുണ്ട് ഇളക്കുന്നത്. തുറന്ന് നോക്കിയാലോ മറ്റു മിക്സിയൊക്കെ തുറന്ന് നോക്കാൻ ഒരു ബുദ്ധിമുട്ടിലാണ്. ഇത് ഭയങ്കര സ്ലോയാണ്. ബട്ട് ഓക്കെ, കൊള്ളാം. ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. കട്ട് കെട്ടെടുക്കണം. കാര്യം ഇങ്ങനെ ചരിച്ച് വെച്ചാലല്ല വീഡിയോ എടുക്കാൻ പറ്റും. ഇത് മൊത്തം ഒന്ന് നന്നായിട്ട് ഒന്ന് കഴിയുമ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോഴല്ല അവൾ കാണാൻ എത്തിപ്പിക്കൽ. ഇതിപ്പോൾ ഭയങ്കര സ്ലോയാണ്.
ഭയങ്കര സമയം എടുക്കുന്നു. സമയം എടുത്തൊരു കുഴപ്പമില്ല. എനിക്കൊന്ന് ടെൻഡൻസി വരുന്നു സ്പൂണിട്ട് അങ്ങോട്ട് ഇളക്കാൻ. സ്പൂണിട്ട് ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് അല്ലെങ്കിൽ മണ്ടയിൽ ഇങ്ങനെ കിടക്കുന്ന അധികം പക്ഷെ ഞാൻ നാളെ തൊട്ട് ഉപയോഗിക്കുമെന്ന് ചോദിച്ചാൽ സാധ്യത വളരെ കുറവാണ്. കാര്യം കുറച്ചധികം സമയം എടുക്കും ഇത് ഫുള്ള് സ്റ്റിറായി വരാൻ. നല്ലത് കട്ട് കുത്തിട്ടുണ്ടാവും. വൈകി നിങ്ങളെ കാണിച്ചു തരാം. ഇതേ കണ്ടോ 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 എൻ്റെ പേരെഴുതിയ എൻ്റെ സ്റ്റെൽഫ് സ്റ്റോറിങ് മൃദുല. പക്ഷേ ഇതിപ്പോൾ ഇങ്ങനെ കറങ്ങുന്നു. പക്ഷേ ആദ്യം ഇത്ര സ്പീഡിലൊന്നും കറങ്ങുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ആ സ്പൂണിട്ട് ആ പൊടിയൊന്ന് ഇളക്കിയപ്പോഴാണ് ഇതൊന്നും ഇതായത്. ഓക്കെ, തന്നെയല്ല അതിനകത്ത് ഇപ്പോഴും കട്ട അവിടെ ഇവിടെ തൊടാതെ നടക്കുന്നു. സോ കണ്ടില്ലേ, കണ്ട് കാണുമായിരിക്കും. Right. She is taking time. Time എടുക്കുന്നു. ഇതിൻ്റെ എല്ലാം കണ്ടു. ഒരു ടൊർണാഡോ നമുക്ക് അകത്ത് കാണാം. മീൻ വരും. നമുക്ക് നമ്മുടെ പ്രോട്ടീൻ പൗഡർ അടച്ചു വെക്കാം. ലൈറ്റായിട്ട് അടച്ചു വെക്കാം. എൻ്റെ പമ്പൊക്കെ കൊള്ളാം. കട്ട ഉണ്ടോ എന്ന് ചോദിച്ചാൽ കട്ടയില്ല. കട്ട ഉണ്ടോ എന്ന് ചോദിച്ചാൽ കട്ട അപ്പായിട്ട് വേണം. പറഞ്ഞില്ലേ, അല്ലെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് അതുകൂടെ ഒന്ന് കുടിക്കും. കാര്യം കാശ് കൊടുത്ത് മേടിക്കുന്ന സാധനം നമ്മുടെ ഹെൽത്തിനനുസരിച്ച് എന്തിന് കഴിയുന്നത് എന്ന് വെച്ചാൽ ദിവസം ഇതിൽ തന്നെ കുടിക്കാത്തല്ല പറയുന്നത്. ഓക്കെ, ഇത് കഴിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. എന്നാലും ഇപ്പം തന്നെ കഴിക്കണം. ആസ് ഐ ടോൾഡ് യു യെസ്റ്റർഡേ, പ്രോട്ടീൻ പൗഡർ കുടിക്കുന്ന ഏത് പാത്രം ആയിക്കോട്ടെ, പ്രോട്ടീൻ പൗഡർ എന്നല്ല ഏത് പാത്രം കഴിച്ചു കഴിഞ്ഞാൽ അപ്പോൾ കഴുകി വെക്കുക. ഇറ്റ്സ് എ ഡീസൻസി അല്ലേ, ഒരു ഡിസിപ്ലിൻ്റെ ഭാഗമാണ്, ഒരു മര്യാദയാണ്. കഴുകി വെക്കുക. റെസ്റ്റോറൻറ്റിലൊന്നും ചെന്ന് ചെയ്യണ്ട. അതിന് പൈസയ്ക്ക് ആളവിടെ ഉണ്ട്. അത് നമ്മളത് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ജോലി പോകും. നമ്മളൊരു മനുഷ്യനോട് ആ ക്രൂരത നമ്മൾ ചെയ്യുക. അപ്പോൾ നോ ഡയലോഗ്. കഴുകിയിട്ട് വരാം. എൻ്റെ പേര് കാണിക്കട്ടെ. ഓക്കെ, പോസിന് കിട്ടിയതാണ്ട് എനിക്കിന്നിപ്പോൾ ഇത് അത്ര വർക്കായില്ലേ എനിക്ക് വലിയതൊന്നും. പക്ഷെ സാധനം ഏസ്തെറ്റിക്കലി ബ്യൂട്ടിഫുള്ളാണ് അല്ലേ. പക്ഷെ എനിക്കങ്ങനെ ഏസ്തെറ്റിക്കലി ചെയ്യാൻ അറിയാത്തതുകൊണ്ട് വലിയ പ്രശ്നം വരുന്നില്ല. ഈ ഫാൻ ഈ ഹാളിൽ വെറുതെ ഇട്ടേക്കുന്നത് എന്തിനാണെന്ന് നിങ്ങൾ ആലോചിക്കും. വർക്കൗട്ടിൽ ഇന്നൊരു വർക്കൗട്ട് സൈഡ് ടു സൈഡാണ്. ഈ ഭിത്തി ആ ഭിത്തി വരും കുടുകൂടാന്ന് ഇങ്ങനെ ഓടണമായിരുന്നു. അതുകൊണ്ട് ഫാൻ ഇട്ടത്. ഓക്കെ, ആ 3 ഡോറ് ഒരു ചുവന്ന കളർ കണ്ടു. അതാണ് എൻ്റെ. ആ ചുവന്ന കളറിലിരിക്കുന്നത് എന്താണെന്ന് അറിയാൻ നിങ്ങൾക്കൊരു കൗതുകമില്ലേ? ഞാൻ കാണിച്ചു തരാം. ആദ്യം ഇത് കഴിച്ചു നോക്കട്ടെ. ആസ് ഐ സെഡ്, ഇതെൻ്റെ മുറിയാണ്. ഇത് ഞാൻ ഉണ്ടാക്കിയ എൻ്റെ ക്രിസ്മസ് അപ്പൂപ്പൻ. നട്ടെല്ലും കൈയും കാലും എല്ലാം ഇങ്ങനെ ഒരു വളയം കൊണ്ടുണ്ടാക്കി എൻ്റെ ക്രിസ്മസ് അപ്പൂപ്പൻ. നല്ലതല്ലേ? ഹായ്, സോക്സൊക്കെ ഉണ്ട് കണ്ട. അപ്പൂപ്പനെ അടുത്ത് കണ്ടില്ലേ? സന്തോഷമായില്ലേ? ഞാൻ തിരിച്ച് പിന്നെ ഇവിടെ വന്നു. പ്രോട്ടീൻ പൗഡർ എടുത്ത് കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ ശീലം? മുട്ട പുഴുങ്ങാനിടണം. 2 ബോയിൽഡ് എഗ്, അതാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ കുറച്ച് പച്ചക്കറി. ഓക്കെ, മുട്ട പുഴുങ്ങാനിട്ടിട്ട് ടൈമർ ഫോണിൽ വെക്കണം. അല്ലെങ്കിൽ മുട്ട
കരിഞ്ഞു പോകും, ബാത്റൂം കരിഞ്ഞ് എനിക്ക് അങ്ങനെ അനുഭവം ഉണ്ട്, അതുകൊണ്ട് പറയാം. ഓക്കെ, അപ്പോൾ മുട്ട ഒഴുകാനായിട്ട് നമുക്ക് വിയർപ്പാറാൻ കുറച്ച് നേരം അവിടെ പോയിരിക്കാം. അപ്പോഴത്തേന് എനിക്ക് നിങ്ങളോട് കുറച്ച് സംസാരിക്കാനുണ്ട്. ഇന്ന് കുറേ സംഭവം ഉണ്ടായി, പറയാതെ മുട്ട പുഴുങ്ങാനിട്ടിട്ട് വരാം. ഞാൻ മുട്ട പുഴുങ്ങി വെച്ചിട്ടിങ്ങ് വന്നു, അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഈ പറയാൻ നിൽക്കുന്നതിൻ്റെ ഫ്ലോ അങ്ങ് പോകും. അപ്പോൾ നമ്മളിപ്പോൾ ഉടനെ കുളിക്കാൻ പോവാം. സോ അതിന് മുമ്പ് നമ്മുടെ വിയർപ്പൊന്ന് ഡൗൺ ആവണം, അതിന് വേണ്ടിയിട്ടിരിക്കുകയാണ്. വാച്ച് ഊരി വെക്കാം, കുറേ നേരം അതിൽ കിട്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇന്ന് നടക്കാൻ പോയപ്പോൾ ഉണ്ടായ സംഭവങ്ങൾ പറയാം. എൻ്റെടാ, ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര തിരക്കായിരുന്നു നടക്കാനെന്ന്. ഇന്ന് ആരും ഉണ്ടായിരുന്നില്ല. ഇന്ന് ഞാൻ അതായത് ഒക്ടോബർ നവംബർ ഞാൻ കണ്ട ആ ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നലെ കണ്ട പുതിയ മുഖങ്ങളൊന്നും ഞാൻ ഇന്ന് കണ്ടില്ല. ഞാനും ഇതുപോലായിരുന്നു. എനിക്കുണ്ടായ പോലൊരു വിൻ്റർ ആർക്ക് വെളിപാട് അവർക്കും ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കും. അല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും? അതല്ല, ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ ഞാൻ ഈ നടക്കാൻ പോകുമ്പോഴത്തെ കുറച്ച് ക്യാരക്ടേഴ്സിനെ കുറിച്ച് പറയാമെന്ന്. അപ്പോൾ ഇന്നലെ 2-3 പേരുടെ കാര്യം പറഞ്ഞില്ലേ. നമ്മുടെ ട്വിൻസ് ബോയ്സിൻ്റെ കാര്യം പറഞ്ഞു, പിന്നെ നമ്മുടെ ക്യൂട്ട് അപ്പൂപ്പൻ്റെ കാര്യം പറഞ്ഞു, അങ്ങനെ 2 പേരുടെ കാര്യം പറഞ്ഞില്ലേ. പിന്നെ നമ്മുടെ ഈ അമ്മച്ചിയുടെ കാര്യം പറഞ്ഞില്ലേ, ആൻറ്റിയുടെ കാര്യം പറഞ്ഞില്ലേ. അതല്ലാതെ കുറേ ആൾക്കാരുണ്ട്. അവരോരോരുത്തരുടെയും കഥ ഞാൻ ഓരോ ദിവസമായിട്ട് പറയുന്നത് നിങ്ങൾ വിചാരിക്കും. പക്ഷേ ഇല്ല, ഞാൻ ഇന്ന് തന്നെ പറയും എല്ലാം കാര്യം. പിന്നെ എനിക്ക് വായി തോന്നുന്ന കോതയ്ക്ക് പാട്ട് എന്ന് പറഞ്ഞിട്ട് ഇപ്പം വന്നാൽ അതപ്പം തന്നെ പറയണം. ഓരോ ദിവസവും ഇന്ന കണ്ടിട്ട് അങ്ങനൊന്നും പറ്റത്തില്ല, ഇപ്പം തന്നെ പറയാം. അപ്പോൾ ഇന്ന് 2 സംഭവം ഉണ്ട്. അപ്പോഴാണ് ഞാൻ വിചാരിച്ചു, ഇത് എന്തുകൊണ്ട് എൻ്റെ വ്യൂവേഴ്സിനോട് പറഞ്ഞുകൂടാന്ന്. ഓക്കെ. അപ്പോൾ ഈ രാവിലെ നടക്കാൻ വരുന്ന ആൾക്കാരിൽ ഞാൻ പറയില്ലേ പല കാറ്റഗറി ഉണ്ട്. പ്രായമുള്ളവർ, അതായത് വയസ്സിൻ്റെ കാറ്റഗറിയിൽ മാത്രമല്ല, കുട്ടികളെയും കൊണ്ട് ഇങ്ങനെ നടക്കാൻ വരുന്ന ആൾക്കാരുണ്ട്. അതായത് കുട്ടികളെ സ്ട്രോളറിൽ വെച്ചിട്ട് ഇങ്ങനെ നടക്കാൻ വരാറുണ്ട്. പിന്നെ പെറ്റ്സിനെ കൊണ്ട് വരുന്ന ആൾക്കാർ കൂടുതലുണ്ട്. അതായത് അവരെ പോട്ടി ട്രെയിനിങ് ചെയ്യിക്കാനും അവരുടെ പ്രഭാത കൃത്യങ്ങൾ ചെയ്യിക്കാനുമായിട്ട് അവരുടെ പെറ്റ്സിനെ കൊണ്ട് വരുന്ന കുറേ ആൾക്കാരുണ്ട്. അതൊരു കാറ്റഗറി. പിന്നെ രാവിലെ ഞാനൊക്കെ പഠിച്ച ഗവൺമെൻറ് സ്കൂളിലെന്ന് വെച്ചാൽ എനിക്ക് 9:30 ആകുമ്പോൾ ബെല്ലടിക്കും, സ്കൂളിൽ പോയാൽ മതി. പക്ഷേ ഇവിടെയൊക്കെ ഈ ഷിഫ്റ്റ് ഉള്ള സ്കൂളൊക്കെയാണ്. അതായത് നാട്ടിലുണ്ട് ഇപ്പം, അങ്ങനെയല്ല. അപ്പോൾ ഈ 6:30-7 മണിക്കൊക്കെ ഷിഫ്റ്റുള്ള പിള്ളേരെ കൊണ്ടുവിടാനായിട്ട് വരുന്ന പേരൻസ് ഉണ്ട്. അതായത് മൂടി പുതച്ച് തണുപ്പത്ത് ഈ പിള്ളേരുടെ ബാഗൊക്കെ ചുമന്ന് ഇങ്ങനെ സ്കൂൾ ബസ് വരാനായിട്ട് നോക്കിയിരിക്കുന്ന ആൾക്കാരുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ കുറേ കാറ്റഗറി ഉണ്ട്. ഇതിൽ ഞാൻ ആദ്യം ഈ അവസാനത്തിൽ തുടങ്ങാം. ഈ നമ്മുടെ പേരൻസിൻ്റെ കാര്യം. അവർ അത്രയും നേരം സ്കൂളിൻ്റെ ബസ് വരും. അതായത് ഞാനിങ്ങനെ ഓരോ റൗണ്ട് കറങ്ങി വരുമ്പോൾ ഞാനിങ്ങനെ ഇത്ര മാസമായിട്ട് ഞാൻ ഒബ്സർവ് ചെയ്ത കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാം. ഞാൻ ആരാന്ന് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത്, അപ്പോൾ ഈ പിള്ളേരെ കൊണ്ടുവിടാൻ വരുന്ന പേരൻസ് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് അവരെ കൊണ്ട് വരുന്ന വഴിക്ക് അവർ ബാഗൊക്കെ മേടിച്ച് തോളയിലിട്ട് ആണോ ഇങ്ങനെയാണോ എന്നൊക്കെ ചോദിച്ച്, ഇപ്പം തണുപ്പാണ്ട് അവർ സ്വെറ്ററും ഒക്കെ ഇട്ട് അവിടെ ഇരിക്കാനുള്ള ചെയറുണ്ട്. അവരുടെ ബസ് വരുന്നിടത്ത് കുറേ ഇങ്ങനെ ഇരിക്കാനുള്ളൊരു ഗാർഡൻ പോലെ അവിടെ ഇരിക്കാൻ സ്ഥലമുണ്ട്. അവിടെ ഇങ്ങനെ ഇരിക്കും. ബസ് വന്നു കഴിഞ്ഞ് ബസ് വരുന്നതിന് മുമ്പ് പിന്നെ ഈ പല ഓരോ ബ്ലോക്കിൽ നിന്നും ഇവരുടെയൊക്കെ ഫ്രണ്ട്സ് അവിടുന്ന് ഇവിടുന്ന് വരും. പിന്നെ ഈ കുട്ടികളെല്ലാം കൂടെ ഒന്ന് കാര്യം പറയുമ്പോൾ ഇവരുടെ പാരൻസ് എല്ലാം കൂടെ ഒന്നൊരു കാര്യം പറയുന്നു. അങ്ങനെ ഒരു ഗ്രൂപ്പുണ്ട്. അതിൽ ഏറ്റവും നമുക്കൊരു സന്തോഷം ഒരു ഇത് തോന്നുന്നു വെച്ചാൽ ഈ ബസ് വന്നിട്ട് ഈ പിള്ളേരെല്ലാം അതിൽ കയറി അവരവരുടെ സീറ്റിലൊക്കെ കയറി ഇരുന്ന് കഴിയുമ്പോൾ ഈ പാരൻസ് ഇങ്ങനെ ടാറ്റ കൊടുക്കുന്നതാണ്. അപ്പോൾ ഈ കുഞ്ഞു പിള്ളേർ ആ ജനലിനകത്തൂടെ വലിയ താല്പര്യം ഇല്ലാത്തവരും ഉണ്ട്, ഇങ്ങനെ ടാറ്റ കൊടുക്കുന്നവരും ഉണ്ട്. നല്ല രസമാണ് കാണാൻ. അപ്പം ഈ പിള്ളേർ പോയി കഴിഞ്ഞാൽ കുറച്ച് പേരൻസ് ധൃതി വെച്ച് അന്നേരം തന്നെ പോകും. അവർ ചിലപ്പോൾ പാലെടുപ്പ് വെച്ചിട്ട് വന്ന പോലെ അവർ പെട്ടെന്ന് തിരിച്ചു വരും പോകും. കുറച്ച് പേരൻസ് അവിടെ നിന്ന് കഥയൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കും. 2 പേര് പർട്ടിക്കുലർലി എനിക്ക് നാക്കുളുക്കുന്ന സ്വഭാവം വല്ലാണ്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ 2 പേരെ ഞാൻ അന്നോട്ടേ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഞാൻ 1 അല്ല 2 അല്ല 3 അല്ല 4 റൗണ്ട് കഴിഞ്ഞ് വന്നാലും അവരുടെ കഥ അവസാനിക്കത്തില്ല. അവരങ്ങനെ അവിടെ നിൽക്കും. അവിടെ നിന്നങ്ങ് കഥ, ആ ലോകര് മൊത്തവും പോയാലും അപ്പം അവിടെ നിന്നങ്ങ് കഥ പറയുന്ന 2 ആൻറ്റിമാരുണ്ട്. ആൻറ്റിമാരല്ല, ചേച്ചിമാരുണ്ട്. ഓക്കെ, അങ്ങനെ അവർ 2 പേരുണ്ട്. പിന്നെ ഈ ഇൻസിഡൻറ്റ് ഞാൻ പറയാൻ കാര്യം, എൻ്റെ കയ്യിൽ ഫോട്ടോ ഉണ്ടെന്ന് തോന്നുന്നു. ഒരു ദിവസം എൻ്റെ ഒരു മെൻറ്റാലിറ്റി മൊത്തം മാറ്റിയൊരു സംഭവം ഉണ്ടായി. അതായത് ഞാനിങ്ങനെ നടക്കാൻ പോകുമ്പോൾ ഞാനിങ്ങനെ നടന്നു പോകും. അപ്പോൾ എൻ്റെ ഫ്രണ്ടിൽ ഒരു പാരൻറ്റ് അവരുടെ കുട്ടിയെ കൊണ്ടുപോകുന്നു. അതൊരു ആൺകുട്ടിയായിരുന്നു, ഒരു കൊച്ചുകുട്ടി, LKG UKG പ്ലേ സ്കൂൾ എന്തെങ്കിലും ആയിരിക്കും കേട്ടോ.
അപ്പോൾ ആ കൊച്ചു ചെറുക്കൻ്റെ, അതായത് ആ ആൺകൊച്ചാ, അവൻ്റെ ബാഗ് അവരുടെ അമ്മ ഇങ്ങനെ തോളയിലെടുത്ത് വെച്ചേക്കുന്നു, കയ്യിൽ വാട്ടർ ബോട്ടിലും എല്ലാം അവരുടെ അമ്മ പിടിച്ചേക്കുന്നു. അവൻ എന്നിട്ട് ഇങ്ങനെ കൂളായിട്ട് നടക്കുന്നു. അപ്പം എൻ്റെ ഒരു മൈൻഡിൽ അന്നേരം വന്ന് കണ്ടോ, ഇതാണ് മമ്മാസ് ബോയ് എന്ന് പറയുന്നത്. ഇങ്ങനെയൊക്കെ ആക്കിയാൽ എങ്ങനെ? സ്വന്തം ബാഗ് സ്വന്തമായിട്ട് പിടിക്കാൻ പഠിക്കണം പിള്ളേരെ, അല്ലെങ്കിൽ ഭാവിയിൽ വല്ല പെണ്ണുങ്ങൾക്കും ഇതുണ്ടാക്കാൻ. അങ്ങനെയുള്ളൊരു ചിന്ത എനിക്ക് വന്നു. പക്ഷെ ആ നിമിഷം തന്നെ എൻ്റെ ആ മൈൻഡ് സെറ്റ് മാറ്റി. കാര്യം എൻ്റെ തൊട്ട് പുറകിൽ അടുത്തൊരു പേരൻസ് വേറൊരു ബ്ലോക്കിൽ നിന്ന് ഇറങ്ങി വന്നു. അവരും ഇതേപോലെ അവരുടെ കുട്ടിയുടെ ബാഗും വാട്ടർ ബോട്ടിലും എല്ലാം കൈ പിടിച്ചേക്കുക. അതൊരു പെൺകുട്ടിയാണ്. ആ പെൺകുട്ടിയെ കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയില്ല ഇവളെ എന്തിനാ വഷളാക്കുന്നത് എന്നെനിക്ക് തോന്നിയില്ല. അതെൻ്റെ ഒരു മെൻറ്റാലിറ്റിയുടെ പ്രശ്നമായിരുന്നു. അപ്പം എനിക്ക് അതിൽ നിന്ന് ഞാൻ അത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, ഓക്കെ, ഇതിനിപ്പോഴേ ആ പിള്ളേർ എന്തിനാണ് ഞാനങ്ങനെ വിചാരിക്കുന്നത്. അത് ആ പിള്ളേരെ അവരുടെ പേരൻസ് അവരുടെ ബാഗ് കൊണ്ടുവന്നു, അത് അവരുടെ സന്തോഷം. കുഞ്ഞുങ്ങൾ ഇവിടുന്ന് അവിടെ വരെ ഈ ബാഗ് ചെന്നുകൊണ്ട് പോകണ്ടെന്നുള്ളത് അത്രയേ ഉള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ വേറെ പേരൻസും ഉണ്ട്, ബാഗ് അവരുടെ തന്നെ കൊടുത്തിട്ട് അവർ ബാഗ് കൊണ്ട് നടന്നു പോകുന്നുണ്ട്. ദാറ്റ് ദെയർ ചോയ്സ് ആക്ച്വലി. പക്ഷെ ഞാൻ വല്ലാണ്ട് അങ്ങോട്ട് ജഡ്ജ് ചെയ്തു. കണ്ടോ അങ്ങനെയാണെന്ന്. അതായത് ആ പെൺകുട്ടികളെ അങ്ങനെ തന്നെയാണ് അവരുടെ അമ്മമാർ ട്രീറ്റ് ചെയ്യുന്നത്. അപ്പം ഞാൻ എന്തുകൊണ്ട് അന്നേരം അങ്ങനെ ആലോചിച്ചില്ല, ഓ മമ്മീസ് ലിറ്റിൽ പ്രിൻസസ് എന്ന്. അതെൻ്റെ ഒരു തെറ്റായതായിരുന്നു. അന്ന് എനിക്കൊരു വെളിപാട് വന്നു, ഓക്കെ എന്നുള്ളത്. പിന്നെ മിക്ക കാര്യങ്ങളിലും ഞാനിങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ട് അന്നേരം തന്നെ എനിക്ക് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഇങ്ങനെ ഞാൻ പറയാറുണ്ട്. അത് ഞാൻ ഇപ്പോൾ എന്തെങ്കിലും കാര്യം പറയുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട്. ബാക്കിയെല്ലാം കൂടി ഇപ്പോൾ പറയേണ്ടത് എൻ്റെ മനസ്സ് പറഞ്ഞു. പക്ഷേ എൻ്റെ നാക്കിന് ലക്കില്ല, ഇപ്പം തന്നെ എനിക്ക് പറയാൻ തോന്നുന്നു. വാട്ട് ടു ഡു. ഇന്ന് നമുക്ക് അയ്യോ എത്ര മണിയായി? നമുക്ക് 9:49. ഒരു 11:00-ക്കും 11 മണിക്കും ഉള്ള ശുഭമുഹൂർത്തത്തിൽ നമുക്ക് നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ കൂടെ നമുക്ക് മോളിൽ വരെ പോകണം. ഫിനിക്സ് സ്മാർട്ട് സിറ്റി പൂനെ മോളിൽ വരെ നമുക്കൊന്ന് പോകണം. കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട്. മോളിൽ നിന്ന് സാധനം മേടിക്കാൻ വലിയ ആളാണ്, വേറെ എങ്ങും ഇല്ല. അതുകൊണ്ടാണ് ചില അവശ്യ സാധനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ അതിന് പോകണം. പിന്നെ നമ്മുടെ സമയമുണ്ട്, പക്ഷേ വിയർപ്പാറൻ എന്തായാലും ഇവിടെ ഇരിക്കണമല്ലോ, അപ്പോൾ ബാക്കിയും കൂടെ പറയാം. അപ്പോൾ അതാണ് ഒരു കാറ്റഗറി. കുട്ടികളെ കൊണ്ട് വരുന്ന ആൾക്കാരാണ് ഒരു കാറ്റഗറി. ഇനി രണ്ടാമത്തെ കാറ്റഗറി ഞാൻ ബാക്കിൽ നിന്ന് പറഞ്ഞു തരുന്നത് ഈ എന്തുവായിരുന്നു നമ്മുടെ ഈ ചെറിയ വിലങ്ങ പിള്ളേരെ സ്ട്രോളറിൽ എത്തിക്കൊണ്ട് നടക്കാൻ വരുന്ന ആൾക്കാർ. അവർ ചില പിള്ളേർ ഞാൻ പറയാം ട്വിൻസാണ്, അവന്മാരാണ് എഴുന്നേറ്റ് ലോങ് ആണ്, അത് ഇച്ചിരി വളർന്നത്. പിന്നെ പൊടി വിലങ്ങ കൊച്ചുങ്ങളാണെങ്കിൽ അവരിങ്ങനെ അതിനകത്ത് ഇങ്ങനെ ലോകമൊക്കെ കണ്ടിങ്ങനെ കിടക്കും. ആ പേരൻസ് ഇവരെ എങ്ങനെ ഉരുട്ടിക്കൊണ്ടോ, നല്ല രസം, നല്ലൊരു ക്യൂട്ട് കാഴ്ചയാണ് അതൊക്കെ കാണുന്നത്. പിന്നെ ഇപ്പോൾ 2 ദിവസമായിട്ട് ഏത് ബ്ലോക്കിലാണെന്ന് എനിക്കറിയത്തില്ല, ഏതോ ബ്ലോക്കിൽ ആരോ ഓടക്കുഴൽ വായിക്കുന്നുണ്ടോ. അത് നല്ല രസമാണ്. മീൻസ് ഈ ഹെഡ്ഫോൺ വെക്കാൻ നമ്മൾ ഈ രാവിലെ ഈ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വൃക്ഷലലാദികളും പക്ഷി മൃഗാദികളും ഒക്കെ ഉള്ളതാണ്. അതിൻ്റെ കൂടെ ആ ഫ്ലൂട്ടിൻ്റെ ഇത് നല്ല ഭംഗിയാണ്. നമുക്ക് എന്തോ അതൊരു ഭയങ്കര സൂത്തിങ് ആയിട്ടുള്ളൊരു എഫക്റ്റാണ്. അങ്ങനെ സൂത്തിങ് ആയിട്ടുള്ള എഫക്റ്റ് വന്നപ്പോഴാണ് ഞാൻ വേറെ ഒരു കൂട്ടറുടെ കാര്യം ആലോചിച്ചത്. ഓക്കെ, സോ ദിസ് ഈസ് എ കൈൻഡ് ഓഫ് ആർമിയുടെ പ്രോപ്പർട്ടി ആണെന്ന് എനിക്ക് തോന്നുന്നത്. ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, ഡെയിലി നടക്കാൻ വരുന്ന, സ്ട്രിക്റ്റ് ആയിട്ട് നടക്കാൻ വരുന്നത് കുറേ റിട്ടയറായ കുറച്ച് അപ്പൂപ്പന്മാരുണ്ട്. അവർ ഭയങ്കര സ്ട്രിക്റ്റാണ്. എന്ന് വെച്ചാൽ അവരെന്നും നടക്കാൻ വരും. അവർ മുടക്കാതെ നടക്കുക, എന്ത് തണുപ്പാണെങ്കിലും ചൂടാണെങ്കിലും അവർ നടക്കാൻ വരും. അവരൊരു 10-12 പേരുണ്ട്. 10-12 പേര് ഒരുമിച്ച് അവർ നടക്കുന്നത്. ഞാൻ ഓപ്പോസിറ്റ് വരുവാണെങ്കിൽ മറ്റേ F1-നകത്തിലെ സീൻ പോലെ ഇത്രയും പേരൂടെ വരുന്നു, ഞാൻ ഒരാൾ അങ്ങോട്ട് പോകുന്ന പോലെ. അങ്ങനെ ഒരു ഫീലാണ്. ഇതിൽ ചില അപ്പൂപ്പന്മാർ, ഇപ്പോൾ പുതിയതായിട്ട് ജോയിൻ ചെയ്ത അപ്പൂപ്പന്മാരത് ഇങ്ങനെയുള്ള കുറേ പാട്ടുകൾ മൊബൈലിൽ വലിയണ്ണാക്ക് വെച്ചങ്ങിടും ഈ 6:30-7 മണി സമയത്ത്. എന്നാൽ ഇത് കേൾക്കുന്നുണ്ടോ? ഇല്ല. അവർ ലോകാര്യം പറ ഇങ്ങനെ പോവാ. എന്നാൽ ഒന്നീ അത് നടത്തുമ്പോൾ ഈ പാട്ട് ഓഫ് ചെയ്യണ്ട. ഈ പാട്ട് ഓഫ് ചെയ്യത്തില്ല. നമ്മൾ ഈ ഒരു റൗണ്ടിൽ ആ ഫ്ലൂട്ടൊക്കെ കേട്ട് എന്ത് നല്ല മോർണിംഗ് എന്ന് പറഞ്ഞാൽ ഇവിടെ വരുമ്പോഴായിരിക്കും മംഗൾ കേൾക്കുന്നത്. നമുക്കങ്ങനെ എല്ലാം നമ്മുടെ ഇഷ്ടത്തിന് നടത്താൻ പറ്റത്തില്ലല്ലോ. അവരവരുടെ പാട്ട് കേൾക്കുന്ന ഒരു കാര്യം പറഞ്ഞു, നിനക്ക് വേണം നടന്നിട്ട് മിണ്ടാ പോകണം. പക്ഷെ അവർക്കൊരു ഹെഡ്സെറ്റ് വെച്ചുകൂടെ വേണമെന്നുണ്ടെങ്കിൽ? എനിക്കറിയില്ല. അതൊരു കാറ്റഗറി. ഈ അപ്പൂപ്പന്മാർക്ക് വേറൊരു ശീലമുണ്ട്. എന്താ പറയുമ്പോൾ, ഞാൻ ആദ്യമായിട്ട് ഈ വർക്കൗട്ടൊക്കെ തുടങ്ങി ആദ്യമായിട്ട് നടക്കാൻ ഇറങ്ങിയ സമയത്ത് ഞാൻ ശ്രദ്ധിച്ചത്, ഞാൻ ഹെഡ്ഫോൺ വെച്ചുകൊണ്ടായിരുന്നു നടക്കാൻ പോകുന്നത് ആ സമയത്തൊക്കെ. ഇപ്പോഴും ഹെഡ്ഫോൺ വെക്കാറുണ്ട്.
ഞാൻ നോക്കിയപ്പോൾ അങ്ങോന്ന് 2 അപ്പൂപ്പന്മാരിങ്ങനെ എന്ന് പറഞ്ഞു ഇങ്ങനെ ഒരു സല്യൂട്ട്. ഞാൻ ഭയന്നു. ഞാൻ വെച്ചാടാ ഇവരെന്താണ് എന്നെ സല്യൂട്ട് അടിക്കുന്നത്. അപ്പം ഞാൻ ഹെഡ്സെറ്റ് ഊരിയപ്പോൾ പിന്നെ ഒരു ടക്കെന്ന സൗണ്ട് ഇട്ടു. അപ്പം ഞാൻ തിരിഞ്ഞ് നോക്കിയപ്പോഴാണ് അവിടെ 2 അപ്പൂപ്പന്മാരുണ്ട്. അപ്പോൾ ഇവർ അങ്ങോന്നും ഇങ്ങോന്നും നേരിട്ട് വന്നിട്ട് ഇങ്ങനെ സല്യൂട്ട് അടിച്ചാൽ എന്തിനാണോ എന്തോ. അങ്ങനെ കുറച്ച് വെള്ളം കുടിക്കട്ടെ. വെള്ളം കുടിക്കും. ഞാനിപ്പോൾ റെക്കോർഡ് ചെയ്ത വീഡിയോയുടെ ചെറുതായിട്ടൊന്ന് സ്പീക്ക് എടുക്കും നോക്കിയതാ എന്തെങ്കിലും പതിഞ്ഞിട്ടുണ്ടോ. അപ്പോഴെനിക്ക് മനസ്സിലായത് അടുക്കള വെച്ച് ഷൂട്ട് ചെയ്തൊന്നും കിട്ടിയിട്ടില്ല. പ്യൂരിഫയർ ഓണായി കിടന്നതിൻ്റെ സൗണ്ട് കാരണമൊന്നും നിങ്ങൾ കേട്ടിട്ടില്ല. കേൾക്കണ്ട, മൈക്കൊക്കെ വാങ്ങാവിടൂ. ഇപ്പോഴല്ല, പിന്നെ എപ്പോഴേലുമൊക്കെ. ഒന്നും ആവശ്യമില്ല. ഓക്കെ. സോ ആദ്യം സുഭദ്രയുടെ മക്കളുമായിട്ടുള്ള നമ്മൾ ഇത്രയും പേരെ കാണുന്നുള്ളൂ. പിന്നെ എന്തിനാ ചാത്ത കിളിക്ക് എന്തിനാണ് ആ കൂട്. അപ്പോൾ ഇന്നുണ്ടായ 2 സംഭവം പറയാനെന്നും പറഞ്ഞുണ്ടാകും മുമ്പേ തുടങ്ങി. എന്നിട്ട് അത് പറഞ്ഞില്ല. ഇന്നുണ്ടായ ഒരു സംഭവം ഇതാ, ഫ്ലൂട്ടിൻ്റെത്. അത് കേട്ട് വന്നപ്പോൾ AG മംഗൾ ആ വൈബ് പോയെൻ്റെ. രണ്ടാമത്തെ കാര്യം എന്താണെന്നറിയാമോ? ഈ മൂന്നാമത്തെ കാറ്റഗറി പറഞ്ഞു തുടങ്ങാം. മൂന്നാമത്തെ കാറ്റഗറിയിലുള്ളതാണ് ഈ കഥ. ഓക്കെ. സോ മൂന്നാമത്തെ കാറ്റഗറിയാണ് പെറ്റ്സിനെയും കൊണ്ട് വരുന്ന ആൾക്കാർ. അതായത് പെറ്റ്സിനെയും കൊണ്ട് ഇവിടെ രാവിലെ പറമ്പിൽ പോയി അവരുടെ പ്രഭാത കർമ്മങ്ങൾ ചെയ്യിക്കാനായിട്ട് വരുന്ന ആൾക്കാർ. പല വെറൈറ്റി ഓഫ് ഡോഗ്സിനെ നമുക്ക് കാണാം. ഏത് ബ്രീഡ് വേണം എല്ലാം കാണാം. എന്തിനാ നമ്മുടെ അവനുണ്ട്. അവനെ കാണുമ്പോൾ എനിക്കതാ പറഞ്ഞു, നമ്മുടെ സൈബീരിയൻ ഹസ്കി സെയിം കളറിലെ ഉണ്ട് ഒരാൾക്ക് ഇവിടെ. ഓക്കെ. അപ്പോൾ അങ്ങനെ പല ബ്രീഡിലുള്ള ആൾക്കാരെ കാണാറുണ്ട്. പല തരത്തിലുള്ള പട്ടികളുണ്ട്. വലിച്ചു കൊണ്ടുപോകുന്ന പട്ടികളുണ്ട്. നല്ല ജോളിയായിട്ട് നടന്നു പോകുന്ന പട്ടികളുണ്ട്. പിന്നെ തീരെ താല്പര്യമില്ലാതെ എന്തുവാടോ ചെയ്യുന്നതെന്ന് ഓണറിനോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ട് പോകുന്ന ആൾക്കാരുണ്ട്. പിന്നെ ഇങ്ങനെ ഇരിക്കുന്ന പട്ടികളുണ്ട്. ആരെ കണ്ടാലും എപ്പോൾ കണ്ടിരിക്കുന്ന പട്ടികളുമുണ്ട്. ഓക്കെ. അപ്പോൾ അതിലൊരു പട്ടിയുണ്ട്. അത് നമ്മുടെ എന്തുവാ എൻ്റെ ബ്രീഡിൻ്റെ പേര്? അയ്യോ ജർമ്മൻ ഷെപ്പേർഡ് അല്ലല്ലോ. ഡോബർമാൻ. ആ ബ്രീഡ് ഒരു ബ്ലാക്ക് കളറിൽ. അത് ഇങ്ങനെ ഇരിക്കുന്നത്. അത് ഞാൻ കാണുന്ന കാലം തൊട്ട് സകലരെന്നായിരിക്കുന്നത്. അപ്പിടാൻ കൊണ്ടുപോയി അപ്പിടാതെ അവിടെ നിന്ന് ആ വഴിയെ പോന്ന് കാക്കയും പൂച്ചാലേന്ന് കാണിക്കല ആ പട്ടിയുടെ തൊഴിൽ. അപ്പോൾ ഇന്ന് ഞാൻ രാവിലെ വർക്കൗട്ട് ചെയ്യാൻ അങ്ങോട്ട് ഇറങ്ങി. ഞാൻ ലിഫ്റ്റിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങിയപ്പോൾ ഈ പട്ടി എൻ്റെ മുമ്പിലുണ്ട്. ഞാൻ നമ്മൾ പ്രതീക്ഷിച്ച് പറഞ്ഞുകൊണ്ട് വന്നു. ഞാൻ നല്ല ജീവൻ അങ്ങ് മേളിൽ ചെന്നു. ഓക്കെ. ഇപ്പം ഈ പട്ടിയെ കണ്ടത് ഞാൻ എൻ്റെ ആ തുടക്കം ഞാനങ്ങ് ഞെട്ടിപ്പോയി. ഇതെന്ന് ഇതങ്ങ് പോയി. അപ്പോഴാണ് ഞാൻ എൻ്റെ സ്കൂബിയെക്കുറിച്ച് ആലോചിച്ചത്. നിങ്ങൾ വിചാരിക്കുക എൻ്റെ പട്ടിയാണോ? എൻ്റെ പട്ടിയല്ല. ഞാൻ നടക്കാൻ ഇറങ്ങിയ സമയത്ത് ഇതുപോലെ ഞാനിങ്ങനെ ഓരോ ആൾക്കാരെ ഇങ്ങനെ കണ്ടിങ്ങനെ നടന്നു പോകുന്ന കൂട്ടത്തിലാണ് അവൻ എൻ്റെ കണ്ണിൽപ്പെട്ടത്. ഹീ ഈസ് എ ഗോൾഡൻ റിട്രീവർ. അവൻ നല്ല രസം. മീൻസ് ഗോൾഡൻ റിട്രീവറിൻ്റെ ഒരു ഡെഫിനിഷൻ പോലെ എനിക്ക് അവനെ തോന്നാറുണ്ട്. കാര്യം ഭയങ്കര ജോയ്ഫുള്ളായിട്ട് അവൻ നടക്കുന്നത്. ആൻഡ് ദാറ്റ്സ് സിൽക്കി ആയിട്ടുള്ള അവൻ്റെ ഫെദറൊക്കെ. മീൻസ് അവനെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന നല്ല അനുസരണയുള്ളൊരു പട്ടി. സോ അതിൻ്റെ 2 പേരൻസ്, അതായത് അതിൻ്റെ ഓണറിൻ്റെ വൈഫും കൂടിയാണ്. അല്ലെങ്കിൽ വൈഫിൻ്റെ ഭർത്താവും അവർ 2 പേരും കൂടാണ് ആ പട്ടിയെ കൊണ്ട് താഴെ വരുന്നത്. അത്രേ ഉള്ളു. ഓക്കെ. അപ്പോൾ ഞാൻ നടക്കാൻ ഇറങ്ങിയ സമയം തൊട്ടേ ഞാൻ ബാക്കി പട്ടികളെല്ലാം കാണും. പക്ഷേ ഇവൻ കുറച്ചുകൂടെ നമ്മൾ എൻ്റെ ഒരു വീഡിയോ ഉണ്ടെന്ന് തോന്നുന്നു അവൻ്റെ. ഞാൻ ഉണ്ടെങ്കിൽ ഇടാൻ നോക്കാം. പക്ഷെ ഞാൻ ഇടാൻ സാധ്യതയില്ല. ഓക്കെ. മീൻസ് അവൻ്റെ നല്ല രസം. അവൻ്റെ ആ ഒരു നടപ്പും അവൻ്റെ ആ ഒരു ധാത്രിയുടെ ഹെയർ കെയർ പോലത്തെ അവൻ്റെ മുടി, വാലയിലെ മുടി ഇങ്ങനെ വെട്ടി സ്റ്റെപ്പ് കട്ട് ഇട്ടിട്ടേക്കുന്നത് കാണാൻ നല്ല രസമാണ്. ഞാൻ അവനെ ഇങ്ങനെ ശ്രദ്ധിക്കുമായിരുന്നു. ഇപ്പോഴും ഞാൻ അവനെ ഇങ്ങനെ ഒന്ന് ശ്രദ്ധിക്കുമായിരുന്നു. പക്ഷെ ഞാൻ അവൻ്റെ പേരും കാര്യങ്ങളും ഒക്കെ എനിക്ക് അറിയാനുണ്ടായ സംഭവം എന്ന് വെച്ചാൽ ഞാൻ ആദ്യമായിട്ട് ഈ നടക്കാൻ ഇറങ്ങിയ സമയത്താണല്ലോ ഇവനെ ഞാൻ നോട്ടീസ് ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്തൊക്കെ എനിക്ക് ഈ പറയുന്ന പോലെ ഇങ്ങനെ നടക്കാൻ പോകുന്ന പട്ടാളക്കാരന്മാർ, പ്രായമുള്ള അമ്മൂമ്മമാർ, കുഞ്ഞുങ്ങളെ കൊണ്ടുവരുന്നത്, അവരെയൊക്കെ ഞാനിങ്ങനെ നോക്കിക്കാണും. പിന്നെ അതിൻ്റെ കൂട്ടത്തിലാണ് ഇവനെ ഞാൻ കണ്ടത്. അപ്പോൾ ഇവൻ്റെ പേരൻസ് എന്ന് വെച്ചാൽ ഇവനെ രാവിലത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് അവനെ അവിടെ കൊണ്ട് നിർത്തും. അതായത് അവൻ്റെ ഈ ഷീൽഡ് ഇവിടുത്തെ ഇതുണ്ടല്ലോ, നമ്മുടെ ബെൽറ്റ് അഴിച്ചിട്ടിട്ട് അവൻ അവിടെ നിന്നോളും. ഇവരവിടെ നിന്നുകൊണ്ട് സ്റ്റാൻഡിങ് ലെഗ് റേസ് അങ്ങനെ അവിടെ നിന്നുകൊണ്ടുള്ള വർക്കൗട്ടൊക്കെ ചെയ്യുമ്പോൾ ഇവൻ അവിടെ അനങ്ങാതെ അവിടെ അടങ്ങി കിടന്നോളും. അല്ലെങ്കിൽ ഇവിടെ അല്ല, മേളത്തെ ഇവിടെ എന്തോ സൗണ്ട് കേട്ടോ.
അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അവനിങ്ങനെ കറങ്ങുന്നതാണ്. നമ്മൾ ഭയങ്കര ജോയ്ഫുൾ ആയിട്ടുള്ളൊരു പട്ടി. മീൻസ് അവനെ കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു സന്തോഷം വരും. അങ്ങനെ അപ്പം ഞാനിവനെ ഇതുണ്ടായ സാഹചര്യം എന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ഇങ്ങനെ 2 ആഴ്ചയൊക്കെ ഇവനിങ്ങനെ കണ്ടു. ഒരു ദിവസം പെട്ടെന്ന് ഇവൻ്റെ ഓണർ, ആ ആൻറ്റി എൻ്റെ അടുത്ത് ഭയങ്കര പൊളൈറ്റായിട്ട്, ഭയങ്കര ഒരു ബ്യൂട്ടിഫുള്ളായിട്ട് അവരെൻ്റെ അടുത്ത് ചിരിച്ചിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു, ഹായ് ഡിയർ വാട്ട്സ് യുവർ ക്യൂട്ട് നെയിം. അതെനിക്കൊരു ഭയങ്കര ഒരു ഹാപ്പിനെസ് തന്നു. കാര്യം ആദ്യമായിട്ട് കാണുന്ന എൻ്റെ അടുത്ത് ഒരു ചോദിച്ചത് ഹായ് ഡിയർ വാട്ട്സ് യുവർ ക്യൂട്ട് നെയിം. അത് തന്നെയല്ലേ അത്രയും ദിവസം നടക്കാൻ പോയില്ല എനിക്കങ്ങനെ ആരും ഒരു അല്ല, ഇൻ കേസ് ഞാനിപ്പോൾ ആ ആൻറ്റിയെ ചിരിച്ച് കാണിച്ചാലും മറ്റേ ആൻറ്റിയെ ചിരിച്ച് കാണിച്ചാലും എൻ്റെ ചിരിയൊക്കെ വേസ്റ്റ് ആയിട്ടു. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ ഒരു ആൻറ്റി വന്ന് എൻ്റെ അടുത്ത് ഇങ്ങനെ ചിരിച്ചു, എൻ്റെ പേര് ചോദിക്കുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര, അതും ഞാൻ എന്നെ നോട്ടീസ് ചെയ്യുന്ന ആളുടെ ഓണർ. പ്രാവിൻ്റെ ശല്യം ഉണ്ടാകുക, ജസ്റ്റ് ഇഗ്നോർ. കേട്ടോ. അപ്പം ഞാൻ പേരൊക്കെ പറഞ്ഞു, ഞാൻ അവരുടെ പേര് ചോദിച്ചു. പിന്നെ അപ്പോൾ അവരുടെ ഭർത്താവ് അവിടെ ഒന്നുകൊണ്ട് വർക്കൗട്ട് ചെയ്യുന്നു, അങ്ങേരും ഇങ്ങനെ കാണിച്ചു. അത് കഴിഞ്ഞ് ഞാനങ്ങ് പോയി. പിറ്റേ ദിവസം ഞാൻ പോയപ്പോൾ അവരെ കണ്ടില്ല. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം തൊട്ട് എനിക്ക് അവരെ കാണാനൊരു ഇതുണ്ടായി. കാരണം നമ്മൾക്ക് രാവിലെ ഒരു നല്ലൊരു ചിരി തന്ന ആളല്ലേടോ, നമുക്കൊരു പോസിറ്റിവിറ്റി തന്നല്ലേ. അപ്പോൾ എനിക്ക് 2ാമത്തെ ദിവസവും 3ാമത്തെ ദിവസവും അതിന് മുമ്പ് വരെ ഞാൻ കാഷ്വലി ഞാൻ ആ പട്ടിയെ കാണുമ്പോൾ ഞാനിങ്ങനെ നോക്കുന്നതല്ല, ഞാൻ അതിൻ്റെ ഓണേഴ്സിനെ അങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ 2ാമത്തെ ദിവസം തൊട്ട് ഞാൻ അവരെന്തെന്ന് നമുക്കിങ്ങനെ ഒരു സെർച്ച് വരാൻ തുടങ്ങി. കാര്യം നമുക്കൊരു പോസിറ്റിവിറ്റി അവർ തന്നു ഓൾറെഡി. കാര്യം അതങ്ങനെ ആയിരുന്നു. അപ്പം 2ാമത്തെ ദിവസം കണ്ടില്ല. 3ാമത്തെ ദിവസം ഞാൻ കണ്ടപ്പോൾ ഇപ്പോൾ പേരൊക്കെ അറിയില്ല, ഞാനിങ്ങനെ പേരൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഹായ് ഗുഡ് മോർണിംഗ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോയി. അപ്പോൾ ഇങ്ങനെ ഒരു മതിലിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ആ 3ാമത്തെ ദിവസം ഞങ്ങൾ നിൽക്കുന്നത്. അവനവിടെ കിടപ്പുണ്ട്, അവനവിടെ താഴെ കിടപ്പുണ്ട്, ഇങ്ങനെ വായൊക്കെ തുറന്ന് നല്ല ക്യൂട്ടി നല്ല ജോയ്ഫുള്ളായിട്ട് അവനവിടെ കിടപ്പുണ്ട്. ഇവര് ആ ദിവസം എന്നെ കണ്ടപ്പോഴേ അവനെ വിളിച്ചിട്ട് പറഞ്ഞു, നോക്ക് ദേ ദീദി വരുന്നു, ഹായ് പറയാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവരിങ്ങനെ അടുത്ത് വന്നു. അപ്പോൾ ദേ ലെറ്റ് ദം മീ ടു പാറ്റ്. എനിക്ക് എന്നെ അവരെ ഇങ്ങനെ പാറ്റ് ചെയ്യാൻ അവരെന്നെ അനുവദിച്ചു. ഞാനങ്ങ് ഇല്ലാണ്ടായി. കാര്യം ഞാൻ ഇത്രയും പട്ടികൾ വരുന്നു, ഓരോ പട്ടികളും അല്ലെ ഓരോ മനുഷ്യന്മാരെയും എല്ലാവരും നമ്മളിങ്ങനെ കാണുന്നു. ഞാൻ പക്ഷെ ആദ്യമായിട്ട് നോട്ടീസ് ചെയ്ത് ഞാൻ കുറച്ച് ഒന്ന് നോക്കിയത് അവനെയാ. മീൻസ് കുറച്ച് അവൻ്റെ ഒരു ഹാപ്പിനെസ് കണ്ടിട്ട്. അവൻ്റെ ഓണറും അതുപോലെ തന്നെ ഭയങ്കര പോസിറ്റിവിറ്റി ഉള്ള, ഒന്നും അറിയാത്ത ഒരാളുടെ അടുത്ത് ചിരിച്ച് ഒരു പേര് ചോദിച്ച് എൻ്റെ ഒരു മോർണിംഗ് നല്ലൊരു ഇതാക്കാനായിട്ട് അവരെന്നെ ഹെൽപ്പ് ചെയ്തു എന്ന് ഞാൻ പറയാം. അപ്പോൾ അവർ തന്നെ അവനെ വിളിച്ചിട്ട് ഇതേ നോക്ക് ചേച്ചി വന്നു ഹായ് പറഞ്ഞു. അപ്പോൾ അടുത്ത് വന്നപ്പോഴത്തേന് ഇങ്ങനെ മുടി ഇങ്ങനെ പോവും. അവൻ്റെ ഗോൾഡൻ റിട്രീവറിൻ്റെ കാര്യം അറിയാലോ, നല്ല മുടിയൊക്കെ ഉള്ള നല്ല സുന്ദരനാണ് അവന്. അപ്പോൾ ഞാൻ അവനെ ഇങ്ങനെ തലോടി. അപ്പോൾ അവനിങ്ങനെ പ്രത്യേകിച്ച് അവന് വലിയ ആക്ഷൻ ഒന്നുമില്ല, ഇങ്ങനെ നിൽക്കും. ഇങ്ങനെ ഇങ്ങനെ ചെയ്തു. അപ്പം എനിക്ക് ഭയങ്കര ഇതായി. അപ്പം ഞാൻ ഞാൻ മുട്ടയിലിരുന്നിട്ട് അവനെ ഇങ്ങനെ തലോടി. അപ്പോഴത്തേന് ഓണർ ഇങ്ങനെ വിളിച്ചു, വാ എന്ന് വിളിച്ചു. കാര്യം ഇത്ര അടുത്ത് വന്നിട്ട് ചിലപ്പോൾ അവർക്ക് പേടിയുണ്ടായിരിക്കും, അതുകൊണ്ട് അങ്ങനെ വിളിച്ചു പോയി. അപ്പോൾ അവൻ്റെ പേര് സ്കൂബി എന്നാണ്. അവൻ നല്ലൊരു ഇതായിരുന്നു. പക്ഷെ ഞാനിപ്പോൾ ഈ റീസ്റ്റാർട്ട് ചെയ്തപ്പോൾ പിന്നെ അവനെ കാണുന്നില്ല. എന്തേന്ന് അറിയത്തില്ല, അവർ വേറെ എവിടെയെങ്കിലും പോയി കാണും. ഇവിടെ ഉണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ അവരെന്തായാലും അവനെ കൊണ്ട് താഴെ വന്നേനെ. കൂടുതലായിട്ട് പേഴ്സണൽ ഇൻഫർമേഷനോ എന്ത് ചെയ്യുകയാണെന്നോ ഏത് ഫ്ലാറ്റാണെന്നോ ഒന്നും ചോദിച്ചിട്ടില്ല. ജസ്റ്റ് ഒരു മോർണിംഗ് വാക്കിൽ കണ്ട് പരിചയപ്പെട്ടു, ഒരു പോസിറ്റിവിറ്റി. അങ്ങനെയുള്ള സ്കൂബിയെ ഞാൻ ഇന്ന് ഓർത്തത് എന്താണെന്ന് വെച്ചാൽ ഇതുകൊണ്ടാണ്. മറ്റേ പട്ടി ഞാൻ ലിഫ്റ്റ് തുറന്നപ്പോൾ എന്നും പറഞ്ഞുകൊണ്ട് ചാടി വന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അവൻ എന്ത് നല്ലതായിരുന്നു, അവൻ എവിടെയെന്ന് ഞാനിങ്ങനെ അവനെക്കുറിച്ച് ആലോചിച്ചു. സോ അതാണ് സ്കൂബി. ഇപ്പോൾ സമയം എത്രയായി? 10:03. ഇപ്പോൾ വിയർപ്പൊക്കെ അത്യാവശ്യം ആറിയിട്ടുണ്ട്, കയ്യിലെ സ്റ്റോക്കും തീർന്നു കഥയുടെ. അപ്പോൾ ഇനി പോയി ഞാൻ കുളിക്കട്ടെ. കുളിച്ചിട്ട് വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് റെഡിയായി ഞാൻ പുറത്ത് പോയിട്ട് വരാം. ഇൻ ബിറ്റ്വീൻ ഞാൻ എന്തെങ്കിലും ഒരുങ്ങുമ്പോഴോ എന്തെങ്കിലും ചുമ്മാ വിളിക്കാം നിങ്ങളെ. ഓക്കെ, ടാറ്റാ. കുളിച്ചിട്ട് വന്നു, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. സമയമില്ല. 2 മുട്ട, 1 കുക്കുംബർ, ഉപ്പും കുരുമുളക് പൊടിയും മാത്രം ഇട്ടത്. ഇത് കഴിച്ചിട്ട് വേണം നമുക്ക് റെഡി ആവാൻ, ഷോപ്പിംഗ് പോകാൻ. ഓക്കെ, ബൈ ബൈ. ഹായ് ഗൈസ്, കുളിച്ചു, ഫുഡ് കഴിച്ചു, നമുക്ക് പുറത്ത് പോകണം. നമ്മൾ ലേറ്റ് ആവുന്നു. സോ നമുക്ക് കാര്യങ്ങളിലേക്ക് കിടക്കാം.
ഇന്നലത്തെ അതേ കാര്യങ്ങൾ തന്നെ. ഫേസ് വാഷ് ചെയ്തു, നമ്മൾ ടോണർ ഇടുന്നു. ഈ ചില ആൾക്കാരെന്നല്ല, ഒട്ടുമിക്ക ആൾക്കാരും ഇവിടെയും ഒക്കെ അവർ മേക്കപ്പ് ചെയ്യുന്ന കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഇത് തോന്നും. ഇത് ഫ്ലോലെസ് ആയിട്ട് അവർ ചെയ്യും. ഒരു കാലത്ത്, എന്തെങ്കിലും ഒരു കാലത്ത് എനിക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ടോണർ കുറച്ചുകൂടി ഇടുവാണ്. ഒരു സ്കിൻ ഷുഡ് ബി വെൽ ഹൈഡ്രേറ്റഡ് എന്നാ പറയുന്നത്. നിങ്ങൾക്കെന്നെ കാണാമോ? ലൈറ്റ് ഓക്കെ ആണോ? ഇതൊന്നും എനിക്കറിയില്ല. ബിക്കോസ് ഐ എം എ ന്യൂബി ഇൻ ദിസ്. അപ്പോൾ ടോണർ ഇട്ട് കഴിഞ്ഞിട്ട് മോയ്സ്ചറൈസർ. സമയമില്ലാത്തതുകൊണ്ട് എനിക്കൊന്നും കാര്യം പറയാൻ തോന്നുന്നില്ല. പിന്നെ ഞാനിങ്ങനെ പുറത്തു പോകുമ്പം വീഡിയോ ഒന്നും എടുക്കത്തില്ല. അത്രക്കുള്ള ധൈര്യം ഒന്നും എനിക്കായിട്ടില്ല. മീൻസ് എനിക്കിങ്ങനെ കഥ പറയണം. ഞാനിവിടെ ഒറ്റയ്ക്ക് അല്ലേ, അപ്പോൾ ആരോടെങ്കിലൊക്കെ ഇങ്ങനെ കാര്യം പറയണ്ടേ. ആ കാര്യങ്ങൾ വീഡിയോ ഇടുന്നു. പിന്നെ എനിക്കൊരു റൊട്ടീൻ ആവശ്യമാണ്, അതുകൊണ്ട്. ഓക്കെ, അപ്പോൾ എന്താ ഇട്ടത്? മോയ്സ്ചറൈസർ ഇട്ടു. അതിന് മുമ്പേ മറ്റേ ആസിഡ് ഇടാനുണ്ടായിരുന്നു, ആസിഡ് ഇട്ടില്ല. ഇനി ഇപ്പം ഇട്ടാൽ മതി. ഇപ്പം ഇട്ടാൽ ശരിയത്തില്ല. ഇതൊക്കെ സ്കിന്നിന് ഡയറക്റ്റ് കയറേണ്ട സാധനങ്ങളായിരുന്നു അല്ലേ. ശരി, നമുക്ക് രാത്രിയിൽ ഇടാം അത്. ഇനി നമുക്ക് സൺസ്ക്രീൻ, പുറത്ത് പോലെയാണ് സൺസ്ക്രീൻ വേണം. ഈ 2 വിരലിൽ ഇങ്ങനെയൊക്കെയാണ് സൺസ്ക്രീൻ തേക്കേണ്ടത്. ഞാൻ അങ്ങനെ തേക്കാറില്ല. സാധനം അത്ര ഇല്ല, ഞാൻ വെയിൽ അങ്ങനെ കൊള്ളുന്നില്ല. ത്രെഡ് ചെയ്യണം. മുടിയുടെ അറ്റം ഒന്ന് വെട്ടണം എന്നുണ്ട്, പക്ഷെ വെട്ടണ്ടാവുന്നുണ്ട്. ഓൾറെഡി ഇല്ല എൻ്റെ കൂടെ. ഓക്കെ, മോയ്സ്ചറൈസറും തേച്ചു. ഇനി നമുക്ക് കുറച്ച് വാസനെടുത്ത് ചുണ്ടത്ത് തേച്ച് വെച്ചേക്കാം. ലിപ്പ് ഒന്ന് ഹൈഡ്രേറ്റ് ആവട്ടെ. ഓക്കെ, ഈ സമയത്ത് നമുക്ക് പുട്ടി അടിക്കൽ തുടങ്ങാം. അതായത് ജസ്റ്റ് ലൈക്ക് വീടിന് പെയിൻ്റ് അടിക്കുന്ന പോലെ എന്ന് ആൾക്കാർ പറയുന്നതിൽ കാര്യമുണ്ടെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. കാര്യം ഇതിനും ആദ്യം പ്രൈമർ അടിക്കണം, പിന്നെ അതിൻ്റെ ഫൗണ്ടേഷന്, അതിൻ്റെ മുന്നേ പ്രൈമർ, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. സോ ഇതൊക്കെ ഞാൻ ഈയിടയ്ക്ക് മേടിച്ചത്. പ്രൈമർ, ചെറിയൊരു പോർ മിനിമൈസർ പ്രൈമർ, ഇൻസൈറ്റിൻ്റെ. ഇതൊക്കെ ഉപയോഗിച്ച് തുടങ്ങുന്നല്ലേ ഉള്ളൂ, അതുകൊണ്ട് അങ്ങനെ കാര്യമായിട്ടുള്ള ജ്ഞാനമൊന്നും എനിക്കിതിനെ പറ്റിയില്ല. എല്ലാം ഞാൻ എൻ്റെ എക്സ്പീരിയൻസിൽ മനസ്സിലാക്കിയത്, എൻ്റെ മുഖത്തെ കുരുവും പാടും എല്ലാം മാറി നല്ലൊരു ഇതായത് ഞാൻ ഈ ഫിറ്റ്നസ് തുടങ്ങി നല്ലതായിട്ട് ആഹാരം മെയിൻറ്റെയിൻ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ്. പുറത്തുനിന്നുള്ള ജങ്കും ഷുഗറും ഒക്കെ കട്ടതിന് ശേഷം ഇപ്പം ഞാൻ പിന്നെ ഷുഗർ കഴിച്ചത് കൊണ്ടാണ് ഇപ്പം പിന്നെ കണ്ടോ ഇതൊക്കെ വരുന്നത്. എനിക്ക് ആ 1-2 മാസം കൊണ്ടുണ്ടായ മാറ്റം എന്ന് പറഞ്ഞ ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് ആയിരുന്നു. എൻ്റെ ട്രെയിനറിൻ്റെ ഇൻസ്റ്റഗ്രാം പേജിലോ യൂട്യൂബിൽ ഷോർട്സിലോ പോയി നോക്കിയാൽ നിങ്ങളൊക്കെ കാണാം. മാഷാൻ്റെ പേര് ഐനസ് ആൻ്റണി. പോയി തപ്പിയാൽ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഇനി എന്താ ഫൗണ്ടേഷൻ
ഫൗണ്ടേഷനൊക്കെ ഞാൻ തേക്കുന്നത് വളരെ വിയേർഡായിട്ടുള്ളൊരു രീതിയിലാണ്. ഇത് ടൈം ലാപ്സിലെടുക്കാം. കണ്ടോ, ഒരുങ്ങിയ മേക്കപ്പ് നിങ്ങളെ കാണിക്കാൻ റോഡരികിൽ നിന്ന് വീഡിയോ എടുക്കുന്ന എന്നെ കണ്ടോ, വളരെ കഷ്ടപ്പെട്ടു. ഭയങ്കര ഇൻട്രോവേർട്ട് എന്നിൽ നിന്ന് പുറത്തു വന്നു. കണ്ടോ, ഡ്രസ്സിംഗ് റൂമിൽ പോയി എടുത്തു. ഡൺ, ഖതം, ടാറ്റ, ബൈ ബൈ. ഹായ് ഗൈസ്, ഒരു തണ്ടിട്ടിപ്പോൾ വന്നു. സമയം 5 മണിയായി. നല്ല ലേറ്റായിട്ടാണ് വന്നത്. എൻ്റെ ഫോണിൽ ചാർജില്ല, ആകെ 3% ഉണ്ട്. പക്ഷേ ഫോൺ സ്വിച്ച് ഓഫ് ആവുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളൊരു കാര്യം കാണിക്കാനുണ്ട്. വെയിറ്റ്. I'm obsessed with flowers. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പൂക്കൾ. ഇങ്ങനെ ഫാൻസി പൂക്കളെന്നല്ല ഏത് പൂവും. പക്ഷെ ആ പൂവിനോടുള്ള സ്നേഹം കൊണ്ട് അത് പറിക്കരുത് എന്നുള്ളതൊന്നും എനിക്ക് ഇതുവരെ ആയിട്ടില്ല. കാര്യം ഐ എം ഒബ്സസ്ഡ് വിത്ത് ഇറ്റ്. പക്ഷെ ഞാൻ വല്ലവരും നട്ട് നനച്ച് വളർത്തി അതൊന്നും ഞാൻ പറിക്കത്തില്ല. കാട്ടിലൊക്കെ നിൽക്കുന്ന ഈ എക്സോട്ടിക് ആയിട്ടുള്ള പൂക്കളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങളിത് കണ്ടോ, ഇത് ഞാൻ മേടിച്ച് കരിഞ്ഞു പോയി. പക്ഷെ എനിക്ക് കളയാൻ തോന്നില്ല. കാര്യം കരിഞ്ഞാണെന്നല്ലോ ഒരു ആ ഡ്രൈ ഫ്ലവറിന് ഒരു ഇതുണ്ടല്ലോ. പക്ഷെ ഇന്ന് ഞാനത് മാറ്റും. കാര്യം ഐ ഗോട്ട് ദ റീപ്ലേസ്മെന്റ്. നോക്കിക്കേ. ഇഫ് യു ഡോണ്ട് നോ ദ സ്മെൽ ഓഫ് ദിസ് പിങ്ക് ലില്ലീസ്, യു ഹാവ് ടു സ്മെൽ വൺസ് ഇൻ എ ലൈഫ് ടൈം. മുല്ലപ്പൂവിനേക്കാൾ നല്ല 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 മണം. പിന്നെ സൂര്യകാന്തി ഒരിക്കലും ഒരെണ്ണമായിട്ട് മേടിക്കരുതെന്നാണ് ഞങ്ങൾ പൂ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ കൂട്ടത്തിൽ പറയുന്നത്. കാര്യം സൂര്യൻ മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ സൂര്യകാന്തി മറ്റൊന്നിനെ നോക്കി നിന്നാണ് അവരവരുടെ ലൈഫ് പിടിച്ചു നിർത്തുന്നതെന്നാണ് പറയുന്നത്. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കുമ്പോഴും 2 സൂര്യകാന്തി പൂവായിട്ട് ഗിഫ്റ്റ് കൊടുക്കണം. അല്ലെങ്കിൽ എന്ത് ചെയ്യും, അത് ഇങ്ങനെ ആയി പോകുമ്പോഴും അങ്ങനെ എന്തോ ആണ്. ബട്ട് ഫോർ മീ ഇറ്റ്സ് ഹാപ്പിനെസ്. നോക്കി, വെള്ള ലില്ലിയുണ്ട്, പിങ്ക് ലില്ലിയുണ്ട്, ഒരു ഓറഞ്ച് ലില്ലിയുണ്ട്. പിന്നെ ഇത് അവർ എക്സ്ട്രാ തന്നതാണ്. നമ്മുടെ മറ്റേ അതിൻ്റെ പേര് എനിക്കറിയത്തില്ല, ഇപ്പം എല്ലാം തലയിലൊക്കെ ആക്കുന്നത്. പിന്നെ ഇത് 2 സൺഫ്ലവേഴ്സ്. നോക്കി, ബൊക്കെ ഒന്നും ആക്കാൻ ഞാൻ പറഞ്ഞില്ല, അവർ ചുമ്മാ ആക്കി തന്നെ. ഇപ്പം ഇത് ഞാനെല്ലാം പൊട്ടിച്ച് ലൂസാക്കിയിട്ട് എൻ്റെ വേസിലിട്ട് വെക്കും. എന്നിട്ട് ഞാൻ കാണിക്കാവേ. ചാർജില്ല. ബൈ ബൈ. പൂവെല്ലാം കൊണ്ടുവച്ചപ്പോൾ അവിടുത്തെ ഡിമാർട്ടിൽ പോകണമായിരുന്നു കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ. അങ്ങനെ ഡിമാർട്ടിൽ പോയി തിരിച്ച് വന്നപ്പോൾ അവിടെ മറ്റേ 15 രൂപയുടെ സോഫ്റ്റ് ഐസ്ക്രീം ഉണ്ട്. അത് മേടിച്ച് ആ ട്രാഫിക്കിലിരുന്ന് തിന്നുക. അവിടുത്തെ ആ പൊടിയെല്ലാം കൂടെ മണ്ണും കൂടെ കൂട്ടിക്കുഴച്ച് തിന്നുക. പക്ഷെ നല്ല രുചിയായിരുന്നു കേട്ടോ. ഇത് ഈ മാസത്തെ എൻ്റെ പുറത്തു കൊണ്ടുവന്നുള്ള ട്രീറ്റാണ്. ഈ മാസം ഇന്നിനി വേറെ ഷുഗറില്ല. പക്ഷെ നല്ല രുചിയായിരുന്നു. 15 രൂപയ്ക്ക് ആ സോഫ്റ്റ് നല്ല ക്രിസ്പിയുമാണ്. സാധനം അടിപൊളിയായിരുന്നു. ഇതൊക്കെ എൻ്റെ ആശാനോട് ഞാൻ പറയും. എന്നിട്ട് ഇതിനനുസരിച്ചുള്ള പണിയായിരിക്കും ആശാൻ എനിക്ക് നാളെ തരുന്നതെന്ന് എനിക്കറിയാം. പക്ഷെ സാരമില്ല, വൺസ് ഇൻ എ മന്ത് അല്ലേ. ഹായ് ഗൈസ്, പൂ കൊണ്ട് വന്ന് നിങ്ങളെ കാണിച്ചതിന് ശേഷം പിന്നെ ഞാൻ ഡിമാർട്ടി വരെ പോയി. ഡിമാർട്ടിൽ പോയി എനിക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു. സോ ഡിമാർട്ടിൽ പോയ വഴിക്ക് ഒരു ഐസ്ക്രീം കഴിച്ചു. കാര്യം ഡിമാർട്ടിലെ ഐസ്ക്രീം ഭയങ്കര നല്ലതാണ്. 15 രൂപയുടെ സോഫ്റ്റിയാണ്, നല്ല ടേസ്റ്റാണ്. പിന്നെ ഇന്ന് ഉച്ചയ്ക്ക് കഴിച്ചതും പുറത്തുനിന്നാണ്. സോ ഒരു മാസം നമുക്ക് 1-2 പ്രാവശ്യം ചീറ്റ് മീൽ എടുക്കാമെന്ന് നിർബന്ധമൊന്നുമില്ല, എടുക്കാം. അപ്പോൾ എൻ്റേത് ഇന്നായിട്ട് ഞാനങ്ങ് കൂട്ടുക. കാര്യം പുറത്ത് പോയി കഴിക്കേണ്ട സാഹചര്യം വന്നുകൊണ്ട് ഐസ്ക്രീം കഴിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്ന് ഞാൻ ഡിന്നർ സ്കിപ്പ് ചെയ്യാണ്. കാര്യം ഓൾറെഡി നമ്മൾ കലോറി കുറേ കഴിച്ചു. അപ്പോൾ നമ്മളൊരു കലോറി ഡെഫിസിറ്റിൽ പോകുന്നത് കൊണ്ട് ഓൾറെഡി നമ്മൾ കുറച്ച് വേണം കഴിക്കാൻ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് വന്നിട്ട് ഞാനൊരു അരമണിക്കൂർ പിന്നെ നടന്നു. അതുകൊണ്ട് കാഫിന് നല്ല വേദനയുണ്ട്, നല്ല ടയേർഡുമാണ്. ഇപ്പം ഞാൻ കുളിച്ചു. നമുക്ക് രാത്രിയിലത്തെ സ്കിൻ കെയർ ചെയ്തിട്ട് ഡയറി എഴുതിയിട്ട് ഉറങ്ങാം. ഞാനൊരു കാര്യം വിചാരിക്കുന്നത്, ഈ അന്നെടുക്കുന്ന വീഡിയോ അന്നെടുക എന്നുള്ളത് ഇറ്റ്സ് നോട്ട് പ്രാക്ടിക്കൽ എന്ന് എനിക്കിന്ന് തോന്നി. കാര്യം അത് മെർജ് ചെയ്ത് അതൊരൊറ്റ വീഡിയോ ആയിട്ട് വരാൻ തന്നെ കുറേ സമയം എടുക്കും. പാതിരാത്രി വരെ ഇരിക്കേണ്ടി വരും ചിലപ്പോൾ അത് ഇതാവാനേ. സോ ഞാൻ വിളിക്കുന്ന ഒരു ദിവസത്തേക്ക് വെച്ച് ഇങ്ങനെ ഇതാക്കിയാലോ. അതായത് ഇന്നത്തെ നാളെ ഇട്ട്, നാളത്തേത് മറ്റന്നാൾ ഇട്ട്, അങ്ങനെ ഇട്ടാലോ. പക്ഷെ അങ്ങനെയാണെങ്കിൽ ഒരു ദിവസത്തെ നമ്മൾ സ്കിപ്പ് ചെയ്യേണ്ടി വരും. നോക്കാം.
ഇപ്പം ഞാൻ നല്ല ടയർഡാണ്. ആകെ സമാധാനം ആ മേടിച്ച പൂ കാണുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കാണാമെന്ന് ഐ ഗസ് കണ്ടാവിട്ടിരിക്കുന്നത്. ടോണർ കഴിഞ്ഞിട്ട് നമ്മൾ രാവിലെ ഇടാൻ മറന്നുപോയ ആസിഡ് തുറക്കാൻ പറ്റത്തില്ല. ആസിഡ് ഇട്ടു. ഇനി മോയ്സ്ചറൈസർ. ഓൾറെഡി ഫേസ് വാഷ് ഞാൻ ചെയ്തായിരുന്നു കേട്ടോ. നാളെ ഞായറാഴ്ച ആക്ച്വലി നമുക്ക് വർക്കൗട്ട് ഇല്ല, നമ്മൾ റെസ്റ്റ് ഡേ. പക്ഷെ നാളെ രാവിലെ നമുക്ക് നടക്കാൻ പോകണം. കാര്യം നമ്മൾ ഓൾറെഡി കുറേ ദിവസം റെസ്റ്റ് എടുത്തു. അതുകൊണ്ട് അടുത്ത ശനിയാഴ്ച വരെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വാക്കിന് പോകുന്നു രാവിലെ. അത് കഴിഞ്ഞിട്ട് ആ വരുന്ന ഞായറാഴ്ച, അതായത് അടുത്ത ഞായറാഴ്ച നമുക്ക് റെസ്റ്റ് എടുക്കാം. ഇനി രാത്രി എനിക്ക് വിശക്കുവാണെങ്കിൽ ഞാൻ പപ്പായ മേടിച്ചിട്ടുണ്ട്, അത് കഴിക്കുകയാണെങ്കിൽ നിങ്ങളെ കാണിക്കാം. ഇതാ വാസ്ലിൻ. ഓക്കെ, അപ്പോൾ വാക്സിൻ ഇട്ടു. നമുക്ക് ഇത് ഇന്ന് ഞാൻ കൈയും കൊണ്ട് മസാജ് ചെയ്യുന്നില്ല. വെയിറ്റ്, നിങ്ങളവിടെ നിൽക്കുക. സോ ഐ ഹാവ് ദിസ് ലിറ്റിൽ സ്കാൽപ്പ് മസാജർ. അതും കൊണ്ട് മസാജ് ചെയ്യുന്നു. എനിക്ക് വഹിയ കൈ ഇട്ട് ഇതാക്കാൻ, അതുകൊണ്ടാണ് ഞാൻ കട്ടിലേ പോയിരുന്ന് ഇതാക്കട്ടെ. ഇതാകുമ്പോൾ ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ, ദിവസം വളരെ കുറവ് വെള്ളമാണ് കുടിച്ചത്. ആക്ച്വലി എല്ലാ ദിവസവും ഇങ്ങനെ വേണം എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ രാത്രി ഉറങ്ങാൻ സമയമാകുമ്പോഴത്തേനും നമ്മുടെ ബോഡി ടയേർഡ് ആയിരിക്കണം, എന്നാലും നമുക്ക് നല്ല ഉറക്കം കിട്ടും എന്നാണ് പറയുന്നത്. ഞാൻ നല്ല ടയേർഡായിന്ന്. പുറത്ത് പോയതുകൊണ്ടാണോ, ഇന്ന് വർക്കൗട്ടും 2 പ്രാവശ്യം നടക്കാൻ പോയതുകൊണ്ടാണോ എന്തോ ഐ എം ടയേർഡ്.
ഇത് ഞാൻ സത്യത്തിൽ സ്കാൽപ്പ് മസാജ് ചെയ്യാൻ മേടിച്ചത് ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ ഓഫീസിൽ പോയിട്ട് വന്ന് ചില ദിവസങ്ങളിലൊന്നും ഭയങ്കര തലവേദനയാണ്. അപ്പോൾ തലവേദന ഒന്ന് മാറി കിട്ടാൻ വേണ്ടി മേടിച്ചതാണ്. അതായത് ഇതിങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്തോ ഒരു ഇത് തോന്നും, ഓക്കെ, ഒരു റിലാക്സേഷൻ കിട്ടും നമുക്ക്. നാളെ രാവിലെ തുണി കഴുകാനുണ്ട്. സാധാരണ ശനിയാഴ്ച കഴുകുന്നതാണ് ഞാൻ, പക്ഷെ മറന്നുപോയി. ഇന്ന് ടുഡുവിനകത്തിൽ എഴുതിയിട്ടു, പക്ഷെ ഞാൻ മറന്നേ പോയി. കാര്യം ഇന്ന് രാവിലെ നമ്മൾ ഓൾറെഡി താമസിച്ചില്ല പുറത്ത് വന്നിടും. പിന്നെ വന്നതും പതിവില്ലാതെ ഒത്തിരി താമസിച്ചാണ് നമ്മൾ വന്നത്. പിന്നെ വന്നിട്ട് പിന്നെ ഡിമാർട്ടിൽ പോയി. അങ്ങനെ അപ്പം നാളെ തുണി കഴുകണം, ഇവിടെ എല്ലാം ഒന്ന് തൂത്ത് തുടച്ച് വൃത്തിയാക്കണം. വീക്കെൻഡ് ക്ലീനിങ് നടന്നില്ലെന്ന്, അതും ചെയ്യണം. പിന്നെ കുറച്ച് ജോലി ബാക്കിയുണ്ട്, അത് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഞാനിത് കഴിഞ്ഞിട്ട് മുടി കെട്ടി വെച്ചിട്ട് ഞാൻ കിടന്നുറങ്ങും. ഓക്കെ, അപ്പോൾ എൻ്റെ പേര് മൃദുല. ഞാൻ ഇന്നത്തേക്ക് സൈൻ ഓഫ് ചെയ്യുന്നു. നമുക്ക് നാളെ വീണ്ടും കാണാം.